അപ്പോൾ നമ്മുടെ ഇർഷാദ് ഭായിൻ്റെ അഭിപ്രായം മാനിച്ച് അല്ലേ? ഇർഷാദ് ഭായിൻ്റെ പ്രയത്നത്തിന് ഫലമായിട്ട് നമ്മൾ ആ ഗിവ് അവേ കൊടുക്കാൻ പോവാണ് അല്ലേ? ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്തോലും ചെയ്യേണ്ടത്? കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി അല്ലേ? ഫോളോ ചെയ്യലും ഇതിൽ വേറെ ഡിമാൻഡുകൾ കാര്യങ്ങളൊന്നുമില്ല. കമൻറ്റ് ചെയ്താൽ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോയിൽ വന്നിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ. കാരണം ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കമൻറ്റ് പിക്കർ വെച്ചിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാം എന്ന പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മളെ പേജിലുണ്ടാവും ആ വീഡിയോയിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഒരു അടിപൊളി വീൽ ചെയർ നമുക്ക് കൊടുക്കാം അല്ലേ? ഇലക്ട്രിക് വീൽ ചെയർ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഇദ്ദേഹത്തിൻ്റെ മുന്നോട്ടിറങ്ങലിലാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത് തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കമൻറ്റ് ചെയ്തോളി. ഇതേപോലത്തെ ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളി. വേറെ എല്ലാ ആളുകളൊന്നും പങ്കെടുക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കിട്ടുന്ന ആൾ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഞങ്ങളിത് കൊടുക്കുള്ളൂ. മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഇത്തരം ആളുകളാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ടിൻ്റെ അന്ന് കാണാം. നമുക്കൊരു 5 ദിവസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എടുക്കാം. അപ്പോൾ ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് ലൈവായിട്ട് വന്ന് നിങ്ങളെല്ലാവരെയും കാണിച്ച് ലൈവിൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ വിജയെ തിരഞ്ഞെടുത്തിട്ട് ഇത് കൈമാറാം അല്ലേ? അപ്പോൾ അന്നും പങ്കെടുക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.